നമസ്കാരം, ഞാൻ ഡോക്ടർ ആതിര IAS. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്തുക്കളോട് നമുക്ക് അസിഡിറ്റി ആണ് എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് എന്താണ്? ദാ ഈ ഗുളിക ഒരെണ്ണം കഴിക്ക്, ഗ്യാസ് ഒക്കെ പൊക്കോളും, അല്ലെങ്കിൽ ഒരു സോഡ വാങ്ങി കുടിക്ക്, ഇപ്പം ശരിയാകും എന്നാണല്ലേ? നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും ദിവസേന എന്നോണം നേരിടുന്ന എന്നാൽ വളരെ നിസ്സാരമായി തള്ളിക്കളയുന്ന ഒരു പ്രശ്നമാണ് അസിഡിറ്റി. ആയുർവേദത്തിൽ ഇതിനെ പറയുന്നത് അമ്ലപിത്തം എന്നാണ്. ഒരു അന്റാസിഡ് ഗുളിക കഴിച്ച് അല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും ഒരു ജ്യൂസ് കുടിച്ച് താൽക്കാലിക ഒരു ശമനം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമായിരിക്കും. എന്നാൽ വർഷങ്ങളായി ഈ അസിഡിറ്റിയുടെ ഗുളികൾ സ്ഥിരമായി കഴിക്കുന്ന എത്രയോ പേര് നമുക്ക് ചുറ്റുമുണ്ട്. എന്തുകൊണ്ടാണ് ഈ രോഗം മാറാത്തത്? ഈ വീഡിയോയിലൂടെ അസിഡിറ്റിയുടെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ്, അത് നമ്മുടെ ശരീരത്തെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു, എന്തൊക്കെ ലക്ഷണങ്ങൾ കാണിക്കാം, ആയുർവേദ ശാസ്ത്രപ്രകാരം ഇതിനുള്ള ശാശ്വത പരിഹാരങ്ങൾ എന്തൊക്കെയാണ്, വീട്ടിൽ ചെയ്യാവുന്ന ഔഷധക്കൂട്ടുകൾ ഏതൊക്കെയാണ് എന്ന് വളരെ വ്യക്തമായി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് അസിഡിറ്റിയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ മറുപടി ലഭിക്കും. അതുകൊണ്ട് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്താണ് അസിഡിറ്റി? ശാസ്ത്രപ്രകാരം നമ്മുടെ ആമാശയത്തിൽ ഭക്ഷണത്തെ ദഹിപ്പിക്കുവാനായിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ അളവ് കൂടുമ്പോഴോ അല്ലെങ്കിൽ ഈ ആസിഡ് മുകളിലേക്ക് തികട്ടി വരുമ്പോഴോ നെഞ്ചെരിച്ചില്, പുളിച്ചു തകട്ടല് ഇവയൊക്കെ കാണപ്പെടുന്നത്. ഇതിനെയാണ് GERD അല്ലെങ്കിൽ ഗ്യാസ്ട്രോഇസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയുന്നത്. എന്നാൽ ആയുർവേദം ഇതിനെ കാണുന്നത് വളരെ ആഴത്തിലാണ്. ആയുർവേദ പ്രകാരം നമ്മുടെ ശരീരത്തിന്റെ ദഹന പ്രക്രിയ നിയന്ത്രിക്കുന്നത് പിത്തമാണ്, അതായത് പിത്തദോഷയാണ്. ഈ ദോഷങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് അത് പോയി കാണാവുന്നതാണ്. പിത്തത്തിന് പ്രധാനമായും 5 വകഭേദങ്ങളുണ്ട്. ഇതിൽ പാചകപിത്ത, ആമാശയത്തിൽ കിടക്കുന്ന പാചകപിത്തമാണ് ദഹനരസങ്ങളെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ തെറ്റായ ആഹാര രീതികൾ കാരണം ഈ പാചകപിത്തത്തിന്റെ ഗുണം മാറി അത് കൂടുതൽ അമ്ലാവസ്ഥയിലേക്ക് മാറുന്നു. ഇതിനെയാണ് അമ്ലപിത്തം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ശരീരത്തിലെ ചൂട് കൂടുകയും ദഹന പ്രക്രിയ താളം തെറ്റുകയും ചെയ്യുന്ന ഒരവസ്ഥയാണിത്. അസിഡിറ്റിയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാം? പലരും വിചാരിച്ചിരിക്കുന്നത് നെഞ്ചെരിച്ചിൽ മാത്രമാണ് അസിഡിറ്റി എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ഈ അമ്ലപിത്തത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുവാറുണ്ട്. പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ നോക്കാം. ഹൃദ്ദാഹം അല്ലെങ്കിൽ ഹാർട്ട് ബേൺ, നെഞ്ചിന്റെ മധ്യഭാഗത്തായി കാണുന്ന കഠിനമായ എരിച്ചിലാണിവ. ചിലപ്പോൾ ഇത് തൊണ്ടയിലേക്ക് വരെ കയറി വരുന്നതാണ്. അമ്ലോദ്ഗാരം, സോർ ഇറിറ്റേഷൻ, പുളിച്ചു തികട്ടൽ എന്ന് പറയുന്നു. തൊണ്ടയിൽ പുളിപ്പും കയ്പുമുള്ള വെള്ളം വരും. ഛർദി, വോമിറ്റിംഗ്, ചിലർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മഞ്ഞയോ പച്ചയോ നിറത്തിലുള്ള പിത്തം ഛർദിക്കുന്ന അവസ്ഥ വരാറുണ്ട്. ശിരോരുജ, ഹെഡ് ഏക്ക്, അസിഡിറ്റിയുള്ള ഭൂരിഭാഗം ആൾക്കാർക്കും തലവേദന വരാറുണ്ട്, പ്രത്യേകിച്ച് വെയിൽ കൊള്ളുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം വൈകുമ്പോൾ. ആത്മാനം, ബ്ലോട്ടിംഗ്, വയർ വീർത്തു വരിക, ഗ്യാസ് നിറയുക, മലബന്ധം അല്ലെങ്കിൽ വയറിളക്കം. അരുചി, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, ഭക്ഷണത്തിനോട് ഒട്ടും താല്പര്യമില്ലായ്മ, എപ്പോഴും വയർ നിറഞ്ഞതുപോലുള്ളൊരു അവസ്ഥ. ഇവയെല്ലാമാണ് അസിഡിറ്റിയുടെ പ്രധാന ലക്ഷണങ്ങൾ. ഈ അസിഡിറ്റി വരുവാനായിട്ട് നമ്മൾ വരുത്തുന്ന 6 തെറ്റുകൾ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, എത്ര മരുന്ന് കഴിച്ചിട്ടും ഇത് മാറുന്നില്ലല്ലോ. എന്താണ് ഈ അസിഡിറ്റി എത്ര മരുന്ന് കഴിച്ചാലും മാറാത്തത്? കാരണം ഈ രോഗം വീണ്ടും വരുവാനുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദിവസവും ചെയ്യുന്നുണ്ട്. ആയുർവേദത്തിൽ ഇതിനെ നിദാന പരിവർജനം എന്ന് പറയുന്നു. അതായത് രോഗം വരാനുള്ള കാരണങ്ങൾ നമ്മൾ സ്വയമേ അങ്ങ് ഒഴിവാക്കുക. അങ്ങനെയുള്ള 6 പ്രധാന തെറ്റുകൾ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു തെറ്റുകളാണ് ഞാൻ ഇനി പറയുന്നത്. ഒന്നാമതായി, വെറും വയറ്റിൽ ചായ അല്ലെങ്കിൽ കാപ്പി കുടിക്കുന്നത്. എന്തുകൊണ്ട് ഒരു അസിഡിറ്റി ഉള്ള ആള് ഈ രാവിലെ എണീക്കുമ്പോൾ തന്നെ ചായ അല്ലെങ്കിൽ കാപ്പി കുടിക്കരുത് എന്ന് പറയുന്നതിന് കാരണം, രാവിലെ എണീക്കുമ്പോൾ തന്നെ ആമാശയത്തിൽ ആസിഡിന്റെ അളവ് കൂടുതലായിരിക്കും. ആ സമയത്തേക്ക് നമ്മൾ വീണ്ടും ആമാശയത്തിലേക്ക് കാപ്പിയോ ചായയോ ഒഴിച്ചു കൊടുക്കുമ്പോൾ അവ അസിഡിറ്റി കൂടുതലാക്കാൻ കാരണമാകുന്നു. രണ്ടാമത്തെ തെറ്റ്, വിരുദ്ധാഹാരം.
ഇൻകമ്പാറ്റബിൾ ഫുഡ്. അതായത് മീൻകറിയും പാലും ഒരുമിച്ച് കഴിക്കുക, പുളിയുള്ള പഴങ്ങൾ പാലിനൊപ്പം അടിച്ച് മിൽക്ക് ഷേക്ക് ആക്കി കുടിക്കുക, ഇതെല്ലാം നമ്മുടെ അസിഡിറ്റിനെ വർദ്ധിപ്പിക്കാനുള്ള കാരണമാകുന്നു. മൂന്നാമത്തെ തെറ്റ്, അസമയത്തുള്ള ഭക്ഷണം. ഇറഗുലർ മീൽ ടൈമിങ്സ്. രാവിലെ 11 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, രാത്രി 11 മണിക്ക് അത്താഴം കഴിക്കുക. അതായത് ശരീരം ആസിഡ് ഉൽപ്പാദിക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയും നമ്മുടെ ശരീരത്തിൽ ദഹനം നടക്കാത്ത സമയത്തിൽ നമ്മൾ ഭക്ഷണം കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ഇവയ്ക്ക് കാരണമാവുന്നത്. രണ്ടാമത്തെ തെറ്റ്, അമിതമായ എരിവ്, പുളി, അച്ചാറുകൾ ഇവയെല്ലാം കഴിക്കുന്നതാണ്. ബേക്കറി പലഹാരങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ ഇവയെല്ലാം പിത്തത്തെ കൂട്ടുകയും ആസിഡ് വർദ്ധിപ്പിക്കുകയും അസിഡിറ്റി ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇനി അഞ്ചാമത്തെ തെറ്റെന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ച് തൊട്ട് പിന്നാലെയുള്ള ഉറക്കം. രാത്രി ഭക്ഷണം കഴിച്ച് അപ്പോൾ തന്നെ കിടന്നുറങ്ങുന്ന ശീലം ചിലർക്കുണ്ട്. ഇവ ആസിഡിനെ തികട്ടി മുകളിലേക്ക് വരാനുള്ള കാരണമാകുന്നു. ഇനി ആറാമത്തെ തെറ്റെന്താണെന്ന് വെച്ചാൽ മാനസിക സമ്മർദ്ദവും ഉറക്കമില്ലായ്മയുമാണ്. അതായത് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. നിങ്ങൾ ഗട്ട് ബ്രെയിൻ കണക്ഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ മനസ്സ് സമ്മർദ്ദത്തിലാകുമ്പോൾ അല്ലെങ്കിൽ അസ്വസ്ഥമാകുമ്പോൾ വയറ്റിൽ ആസിഡിന്റെ ഉൽപാദനം ഇരട്ടിക്കുന്നു. കൃത്യമായി ഉറങ്ങിയില്ലേലും ആസിഡിറ്റി കൂടാവുന്നതാണ്. ഇതുപോലുള്ള തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് പാലിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റുകളാണ്. ഇവയാണ് നമ്മൾ എത്ര മരുന്ന് കഴിച്ചിട്ടും ഈ ആസിഡിറ്റി കുറയാത്തതിൻ്റെ കാരണങ്ങളായി ഭവിക്കുന്നത്. നിങ്ങളൊരു അസിഡിറ്റി പേഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ 6 തെറ്റുകൾ ഒന്ന് ചെയ്യാതിരുന്ന് നോക്കൂ. മാറ്റം വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാലോ. ഇനി നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 5 ലളിതമായ ആയുർവേദ പരിഹാരങ്ങളെ പറ്റി പരിചയപ്പെടുത്താം. അതായത് നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഭാഗം, അതായത് മരുന്നുകളില്ലാതെ വീട്ടിൽ തന്നെ എങ്ങനെ അസിഡിറ്റി മാറ്റാം. ഒന്നാമത്തെ പരിഹാരം, കുമ്പളങ്ങ ജ്യൂസ്. രാവിലെ വെറും വയറ്റിൽ കുമ്പളങ്ങയുടെ നീരെടുത്ത് തുല്യമായി വെള്ളവും ചേർത്ത് കുടിക്കുകയാണെങ്കിൽ അസിഡിറ്റിക്കുള്ള ഏറ്റവും മികച്ച നാച്ചുറൽ ആന്റാസിഡാണ് ഇവ. ഇത് വയറ്റിലെ അധികമുള്ള ചൂടിനെ തണുപ്പിക്കുന്നു. രണ്ടാമത്തേത് ജീരകവെള്ളം. സാധാരണ വെള്ളം കുടിക്കുന്നതിന് പകരം ഒരല്പം ജീരകം വിട്ട് തിളപ്പിച്ച വെള്ളം ദിവസം മുഴുവൻ കുടിക്കുക. ജീരകം ദഹനത്തെ സുഗമമാക്കുകയും ഗ്യാസ് കുറയ്ക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തേത് നെല്ലിക്കാപ്പൊടി, അംല പൗഡർ. 1 ടീസ്പൂൺ നെല്ലിക്കാപ്പൊടി അല്പം കൽക്കണ്ടം ചേർത്ത് രാവിലെയും വൈകുന്നേരവും കഴിക്കുന്നത് പിത്തത്തെ ശമിപ്പിക്കുവാൻ വളരെ നല്ലതാണ്. നാലാമത്തേത് ഇരട്ടി മധുരം. ആമാശയത്തിൽ അൾസർ ഉള്ളവർക്ക് ഇരട്ടി മധുരത്തിന്റെ പൊടി 1/4 ടീസ്പൂൺ എടുത്ത് 1/2 ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ കഴിക്കാവുന്നതാണ്. ഇത് ആമാശയത്തിന്റെ ആവരണത്തെ സംരക്ഷിക്കും. കഞ്ഞിവെള്ളം അല്ലെങ്കിൽ പഴയഞ്ചോറ്. തലേ ദിവസത്തെ ചോറിൽ വെള്ളം ഒഴിച്ചു വെച്ച് അടുത്ത ദിവസം രാവിലെ ആ വെള്ളം എടുത്ത് കുടിക്കുന്നത് ആമാശയത്തിലെ നല്ല ബാക്ടീരിയകളെ വർദ്ധിപ്പിക്കുവാനും അസിഡിറ്റി മാറ്റുവാനും പണ്ട് മുതൽക്കേ മലയാളികൾ ചെയ്യുന്ന ഒരു മികച്ച വിദ്യയാണിത്. ഇനി ജീവിതശൈലിയിൽ വരുത്തേണ്ട കുറച്ച് മാറ്റങ്ങൾ പറയാം. നിങ്ങൾ മരുന്ന് കഴിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശീലമാക്കുക. രാത്രി അത്താഴം കഴിച്ചു കഴിഞ്ഞ് കുറഞ്ഞത് 2 മണിക്കൂറിന് ശേഷം മാത്രം കിടക്കുക. അപ്പോൾ ഇടതുവശം ചെരിഞ്ഞു കിടക്കുവാൻ ശ്രദ്ധിക്കുക. ആസിഡ് മുകളിലേക്ക് വരുന്നത് തടയാം. ഭക്ഷണത്തിൽ ധാരാളം നാരുകൾ അടങ്ങിയ പച്ചക്കറികൾ കഴിക്കാൻ ശ്രമിക്കുക. കൂട്ടത്തിൽ വെള്ളരിക്ക, പടവലങ്ങ, കോവയ്ക്ക ഇവയെല്ലാം ഉൾപ്പെടുത്താവുന്നതാണ്. ദിവസത്തിൽ കുറഞ്ഞത് 7-8 മണിക്കൂർ നന്നായി ഉറങ്ങുക. ദേഷ്യം, അമിതമായ ചിന്തകൾ എന്നിവയെല്ലാം കുറയ്ക്കാവുന്നതാണ്. ധ്യാനമോ യോഗയോ നിങ്ങൾക്ക് ശീലിക്കുകയും ചെയ്യാം. ഇനി ഒരു പ്രധാന ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. എനിക്ക് ഉപകാരമായതും എൻ്റെ പേഷ്യൻസിന് ഞാൻ പറഞ്ഞു കൊടുത്ത് അവർക്കും ഉപകാരമായിട്ടുള്ള ഒരു കാര്യമാണിത്. നമ്മുടെ സാധാ കുക്കുംബർ, അതായത് നമുക്ക് നെഞ്ചരിച്ചിൽ വന്നിട്ട് നമ്മളിങ്ങനെ ഇരിക്കും. നമ്മളിനി എന്ത് ചെയ്യണം? മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, അതൊരു സൈഡിൽ. നമ്മൾ പെട്ടെന്ന് നെഞ്ചരിച്ചിൽ വരുമ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് തണുപ്പിക്കുവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ ഒരു കക്കിരിക്ക, നമ്മുടെ കുക്കുംബർ ഇവയെടുത്ത് ഒരു പകുതി കുക്കുംബർ എടുത്ത് മുറിച്ച് നിങ്ങൾ കഴിക്കൂ. പെട്ടെന്ന് തന്നെ ഈ നെഞ്ചരിച്ചിൽ ശമിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവ ഞാൻ പരീക്ഷിച്ച് വിജയിച്ച ഒരു കാര്യമാണ്. എന്നാൽ അസിഡിറ്റിയുടെ മരുന്നിന് പകരമുള്ളൊന്നുമല്ല, പക്ഷേ താൽക്കാലിക ശമനത്തിന് ഇത് വളരെ നല്ലതാണ്. അവസാനമായി ഒരു പ്രധാന കാര്യം പറയാം. എല്ലാ നെഞ്ചരിച്ചിലും വെറും അസിഡിറ്റി മാത്രം ആകണമെന്നില്ല. ചില ലക്ഷണങ്ങൾ നമ്മൾ ഗൗരവമായി തന്നെ കാണണം. നിങ്ങൾക്ക് കഠിനമായ നെഞ്ചുവേദന വരിക, അത് ഇടത് കൈപ്പത്തിയിലേക്കോ താടിയിലേക്കോ പടരുക, ശ്വാസം മുട്ടലുണ്ടാവുക, മലം കറുത്ത നിറത്തിൽ പോവുക, ഭക്ഷണം തൊണ്ടയിൽ തടയുന്നത് പോലെ തോന്നുക, കഠിനമായ ഛർദി,
ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് വെറും അസിഡിറ്റി എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കരുത്. ഉടനെ തന്നെ അടുത്തുള്ള ഡോക്ടറെ പോയി കാണേണ്ടതാണ്. ആയുർവേദത്തിലെ തനതായ മരുന്നുകൾ കഴിക്കണമെങ്കിൽ അത് നിങ്ങളുടെ പ്രകൃതി അനുസരിച്ച് മാത്രമേ മരുന്നുകൾ കഴിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അസിഡിറ്റിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. മറ്റൊരു നല്ല ആരോഗ്യ വിവരവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.